ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന കാമുകനകത്ത് കയറി ആ പറയുന്ന പെണ്ണ് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ അത് കോംപ്രമൈസ് ഒക്കെ ആവുന്ന ഒരു സീനാണ്. പക്ഷെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കാണിക്കുന്ന തെമ്മാടിത്തരമാണ് വലിച്ചു കീറേണ്ടത്. അത് മാത്രമല്ല, അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുക, ഞാൻ വെറും ഒരു കല്യാണ ആലോചനയ്ക്ക് പോയൊരു ചെറുക്കനല്ല, ഞാനുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, ഞാൻ 7 മാസമായിട്ട് ഞാനൊരു റിലേഷൻ ആയിട്ടുള്ള ആ രീതി പറയുക. മേ ബി ജാസ്മിൻ ഇതെല്ലാവരുടെയും പറയാതിരിക്കാനുള്ള റീസൺ അവർ ഉപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം മുടങ്ങിയതാണ്, മുടങ്ങിയതിന്റെ പേരിലായിരിക്കും അവള് ആരടുത്തും പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയണത്. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇത്രയും സിറ്റുവേഷൻ ആയിട്ട് എന്ത് പറയണ്ടേ, എന്നിട്ടും തുറന്നു പറയാതിരിക്കുന്നതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം, അഫ്സൽ കയറുവോ ഇല്ലയോ നോക്കാം. അഫ്സൽ കയറി കഴിഞ്ഞാൽ സംഭവം എന്തായാലും നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. അവൻ എന്തായാലും കയറുമ്പോൾ അവൻ തകർത്തിട്ടേ കയറത്തുള്ളൂ. അവൻ കയറുന്നത് വേറൊന്നുമല്ല, എല്ലാവരുടെ മുമ്പിൽ എന്തിനാണ് സത്യം പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ എൻ്റെ ഒരു അറിവിൽ, ഞാൻ ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ അഫ്സലുണ്ടായിരുന്നു. അഫ്സലാണ് എനിക്ക് വീഡിയോ എടുത്തുതരാനായിട്ട്, അവനാണ് ക്യാമറ എല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചത്. അവൻ എത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോകുന്ന സമയത്ത്, ഇപ്പം ഈ പറയുന്ന ജാസ്മിൻ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഞാൻ അവിടെ ആ സമയത്തെല്ലാം കൂടെ ഉണ്ടായിരുന്നു അഫ്സൽ. അതായത് എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ ഒരു അറിവിൽ എല്ലാ കാര്യങ്ങൾക്കും ജാസ്മിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, ബി പോകാൻ വേണ്ടി എല്ലാം ചെയ്യുന്നു, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവന്റെ പേര് മാത്രം പറയാനായിട്ട് എന്തത്ര മടി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടില്ല, കല്യാണം മുടങ്ങിയ പയ്യന്റെ ഒക്കെ പേര് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഈ മുടങ്ങിയ ആൾക്കാരൊക്കെ, ഇപ്പൊ മുടങ്ങിയ ഈ പറയുന്ന കല്യാണം മുടങ്ങിയ മറ്റേ പയ്യനൊക്കെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഓരോ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഈ ഒരു കഥയില്ലാത്ത ആൾക്കാരെ ഇരുന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെക്കാട്ടിയും കഥയുള്ളവരെ ഇരുന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നതിനകത്താണ് അർത്ഥമുള്ളത് എനിക്ക് തോന്നുന്നത്. ഇപ്പം അവളായിട്ട് തന്നെ അവളെ വില കൊണ്ടുവന്ന് കളഞ്ഞു. കാര്യം ഇങ്ങനല്ല എനിക്ക് ആക്ച്വലി ഇപ്പം സംസാരിക്കാൻ അറിയാവുന്നത്, ഇതിലും വളരെ മോശമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് ഇപ്പൊ അവൾ അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്സലിന്റെ അടുത്ത് കാണിക്കുന്ന പരിപാടിക്ക് എനിക്കത് തീർച്ചയായിട്ടും എനിക്കത് പറ്റും. പക്ഷെ അത് ചെയ്യാത്തത് ഞാൻ ആ ഉമ്മയും വാപ്പയും ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ഓവറായിട്ട് അതിന് റിയാക്ട് ചെയ്യാത്തത്. പ്രത്യേകിച്ച് അഫ്സലിന്റെ ഇമോഷൻസ് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.